ഈ വീഡിയോയിൽ നാം ബൈബിളിന്റെ മുഴുവൻ ചരിത്രം, അതായത് പഴയ പുതിയ നിയമങ്ങൾ മുഴുവൻ ഒറ്റ വീഡിയോയിൽ ഏകദേശം 30 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് നോക്കാം. ഏദൻ തോട്ടത്തിലെ ആദം മുതൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ മരണം വരെയുള്ള ചരിത്രം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ബൈബിളിന്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. ബൈബിൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതെല്ലാം തുടങ്ങുന്നത് ആദി മുതലാണ്. ആദിക്ക് മുമ്പ് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ നിത്യത മുതൽ നിലനിൽക്കുന്നവനാണ്. അവന് ഉത്ഭവമില്ല, സകലത്തിൻ്റെയും ഉത്ഭവം അവനാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. നിത്യത എന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഗുണമാണ്. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. പുരുഷനിൽ നിന്ന് തന്നെ സ്ത്രീയെ ഉണ്ടാക്കി. ആദമും ഹവ്വയും പൂർണ്ണരായിരുന്നു, നിർമ്മലരായിരുന്നു. അവർക്ക് ദൈവവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ദൈവമുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളെയും കാവൽ ചെയ്ത് അവർ ദൈവത്തിന്റെ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാലും അവർ പാപത്തിൽ വീണു. അത് കാരണം മുഴുവൻ മനുഷ്യവംശവും ദുഷ്ടതയിലും പാപത്തിലുമായി. കാരണം നാം എല്ലാവരും ആദമിൽ നിന്നാണ് ഉണ്ടായത്. ആദമിനും ഹവ്വയ്ക്കും 2 മക്കൾ ജനിച്ചു, കായീൻ, ഹാബേൽ. അസൂയ കാരണം കായീൻ തന്റെ സഹോദരനെ കൊന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കൊലപാതകിയായി അവൻ മാറി. അതിനുശേഷം ആദമിനും ഹവ്വയ്ക്കും വേറെ ഒരു മകൻ ജനിച്ചു. ഷേത്ത് എന്നാണ് അവന്റെ പേര്. അവന്റെ സന്തതി ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ തുടങ്ങി. എന്നാലും ഭൂമി ദുഷ്ടതയും അക്രമം കൊണ്ട് നിറയാൻ അധികകാലം വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം താൻ ഉണ്ടാക്കിയ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ സമയത്ത് നോഹ എന്ന നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവം ജലപ്രളയത്തിലൂടെ ലോകത്തെ ന്യായം വിധിച്ചു. പക്ഷേ നോഹയുടെ ഭാര്യയെയും അവന്റെ 3 പുത്രന്മാരായ ഷേം, ഹാം, യാഫത്തിനെയും അവരുടെ ഭാര്യമാരെയും അവർ നിർമ്മിച്ച ആ പെട്ടകത്തിലൂടെ സംരക്ഷിച്ചു. നോഹയുടെ മക്കളിലൂടെ ദൈവം പിന്നെയും ഭൂമിയെ നിറയ്ക്കാൻ തുടങ്ങി. ഷേം സെമിറ്റിക് രാഷ്ട്രങ്ങളുടെ പിതാവായി. ആഫ്രിക്കൻ, ഏഷ്യൻ ജനതകളുടെ പിതാവായി ഹാം മാറി. യൂറോപ്യൻ ജനതകളുടെ പിതാവായി യാഫത്ത് മാറി. അതിനുശേഷം ദൈവം വാഗ്ദത്ത മശിഹയെ ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്തു. കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം തന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഒരു തീർത്ഥാടകൻ പോലെ യാത്ര ചെയ്യുമായിരുന്നു. പോകുന്നിടത്തെല്ലാം ദൈവത്തിനു വേണ്ടി യാഗപീഠങ്ങൾ പണിതു. അബ്രഹാമും തന്റെ സഹോദരന്റെ മകൻ ലോത്തും ഇങ്ങനെയായിരുന്നു. ലോത്ത് 2 ജനതകളുടെ പിതാവായി മാറി, അമോര്യർ, മോവാബ്യർ. അബ്രഹാം ഹാരാനിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ അവന് 75 വയസ്സായിരുന്നു. വാഗ്ദത്തപുത്രൻ ജനിക്കുമെന്നും ഒരുപാട് ജനതകളുടെ പിതാവാകുമെന്നും ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അവനിൽ അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം കാണുവാൻ വേണ്ടി അബ്രഹാം കുറെ വർഷങ്ങൾ കാത്തിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാതിരുന്ന സാറ തന്റെ ദാസിയായ ഹാഗറിനെ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തു. അങ്ങനെ ഇഷ്മായേൽ ജനിച്ചു. അവൻ ഇസ്രായേലിന്റെ ചരിത്രപരമായ ശത്രുക്കളായ അറബ് ജനത്തിന്റെ പിതാവായി മാറി. അബ്രഹാമിന് 99 വയസ്സായ സമയത്ത് ദൈവം അവന് പ്രത്യക്ഷനായി. കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ദൈവം അവനോട് പറഞ്ഞു, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും ആകും എന്ന്. അതിനുശേഷം അവന്റെ സന്തതികൾ 430 വർഷത്തേക്ക് അടിമകളായിരിക്കുമെന്നും ദൈവം മുൻകൂട്ടി പറഞ്ഞു. ആ സമയത്ത് ദൈവം അബ്രാമിന്റെ പേര് മഹാപിതാവ് എന്നർത്ഥമുള്ള അബ്രഹാം എന്നാക്കി മാറ്റി. വാഗ്ദത്ത പുത്രനായി ഇസഹാക്ക് ജനിച്ച സമയത്ത് അബ്രഹാമിന് 100 വയസ്സും ഭാര്യയായ സാറയ്ക്ക് 90 വയസ്സും ഉണ്ടായിരുന്നു. ഇസഹാക്ക് റെബേക്കയെ കല്യാണം കഴിച്ചു. പക്ഷേ അവൾ മച്ചിയായിരുന്നു. 20 വർഷത്തിനു ശേഷം റെബേക്ക ഗർഭിണിയായി. അവൾക്ക് ഇരട്ട പുത്രന്മാർ ജനിച്ചു, ഏശാവ്, യാക്കോബ്. ഏശാവ് ഏദോമ്യരുടെ പിതാവായി മാറി. ഇസ്രായേൽ എന്ന് പേര് മാറ്റിയ യാക്കോബ് ഇസ്രായേലിയരുടെ പിതാവായി. യാക്കോബിന് 12 ആൺമക്കളും ഒരു മകളും ജനിച്ചു. യോസഫ് കാരണം യാക്കോബിന്റെ കുടുംബം മൊത്തം ഈജിപ്തിലേക്ക് താമസം മാറി. അവർ 70 പേരുണ്ടായിരുന്നു. അവിടെ നല്ല ഫലപുഷ്ടിയുള്ള ഗോഷോൻ ദേശത്ത് താമസിക്കാൻ തുടങ്ങി. ഈ 70 പേരും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ പെറ്റുപെരുകാൻ തുടങ്ങി. അങ്ങനെ ഈജിപ്തിൽ 400 വർഷം ചെലവഴിച്ച ശേഷം മോശയുടെ നേതൃത്വത്തിൽ 6 ലക്ഷം ആളുകൾ, സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടിയിട്ടില്ല, മൊത്തത്തിൽ ഏകദേശം 20 ലക്ഷം ആളുകളെയും കൂട്ടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാനായിട്ട് മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു. 3 മാസം കൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് ജനങ്ങളുടെ അവിശ്വാസം കാരണം അവിടെ എത്താൻ 40 വർഷം എടുത്തു. വാഗ്ദത്ത ദേശം എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് 12 ചാരന്മാരെ അയച്ചു. അതിൽ 10 പേർ ആളുകളെ പേടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടുമായിട്ട് വന്നു. ദൈവത്തിന് മോശയ്ക്കുമെതിരെ ജനങ്ങളെ തിരിച്ചു കലാപമുണ്ടാക്കി. ആ ദേശങ്ങളിലെ ആൾക്കാരെ കണ്ടപ്പോൾ അവർക്ക് സ്വയം വെട്ടുകിളികളെ പോലെ തോന്നി. ദൈവത്തിന്റെ ശക്തിയെ വല്ലാതെ കുറച്ചു വിചാരിച്ചു. അതുകൊണ്ട് ദൈവത്തിന് ഭയങ്കര ദേഷ്യമുണ്ടായി. ആ ആളുകളെയെല്ലാം മരുഭൂമിയിൽ വെച്ച് തന്നെ നശിപ്പിച്ചു. ദൈവത്തിന്റെ ശക്തിയെ വിശ്വസിച്ച ചാരന്മാരായ യോശുവയും കാലേബും മാത്രം
വാഗ്ദത്ത ദേശത്തേക്ക് പോയി. ഇസ്രായേൽ ജനം 40 വർഷം ആ മരുഭൂമിയിൽ തന്നെ ചുറ്റി നടന്നു. ഈജിപ്തിൽ നിന്ന് പോയ മുഴുവൻ ആളുകളും ആ മരുഭൂമിയിൽ തന്നെ മരിച്ചുപോയി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സെമിത്തേരിയായി ആ മരുഭൂമി മാറി. ദൈവത്തിൽ ആശ്രയിച്ച ആ 2 പുരുഷന്മാർ വാഗ്ദത്ത ദേശത്തേക്ക് പോയി. 40 വർഷം അലഞ്ഞുതിരിഞ്ഞ് നടന്നതിനു ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ 6 വർഷങ്ങൾ കൊണ്ട് രാജ്യം കീഴടക്കി. അതിനുശേഷം ഒരുപാട് ദേശങ്ങൾ കീഴടക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ മോശയുടെ ദാസനായ യോശുവ ജനങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി. യോശുവ മരിച്ച ശേഷം ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്ന 330 വർഷത്തെ ന്യായാധിപന്മാരുടെ ഭരണത്തിന്റെ കാലം ആരംഭിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയ ആത്മീയ അസ്ഥിരതയും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ ജനം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. ഒരുപാട് ശത്രുക്കൾ അവർക്കുണ്ടാകാൻ തുടങ്ങി. അത് കാരണം അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു. ഈ സമയത്ത് ദൈവം ഗിദിയോൻ, ഇഫ്താഹ്, ഷിംഷോൻ, ശമൂവേൽ എന്നിങ്ങനെ വലിയ പദവിയിലുള്ള ന്യായാധിപന്മാരെ നിയോഗിച്ചു. ഈ നീണ്ട കാലഘട്ടം തീർന്നതിന് ശേഷം ഒരു പുതിയ കാലഘട്ടം വന്നു, രാജവാഴ്ച. അയൽ രാജ്യങ്ങളെ കണ്ട് ഇസ്രായേൽ ജനം ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്ന് ചോദിച്ചു. ദൈവം അവരെ ഭരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അവസാന ന്യായാധിപതിയായ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. ശൗൽ 40 വർഷം ഭരിച്ചു. അവൻ നന്നായി ഭരിച്ചു തുടങ്ങി, പക്ഷേ മോശമായിട്ട് അവസാനിച്ചു. അവൻ തന്റെ ഭരണം വളരെ താഴ്മയോടെ തുടങ്ങി, പക്ഷേ അവസാനം അഹങ്കാരം കാരണം മരണത്തിന് കീഴടങ്ങി. അവനുശേഷം ദാവീദ് 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. ഇസ്രായേലിന്റെ തലസ്ഥാനം ഹെബ്രോണിൽ നിന്ന് യെരുശലേമിലേക്ക് മാറ്റി. അവന്റെ ഭരണം നല്ലതായിരുന്നു. ദാവീദ് തന്റെ രാജ്യം ശക്തിപ്പെടുത്തി ഇസ്രായേലിൽ ഏറ്റവും അറിയപ്പെടുന്ന രാജാവായി തീർന്നു. നല്ല സമ്പത്ത് സമ്പാദിച്ചു, ദേശങ്ങൾ കീഴടക്കി, സൈന്യങ്ങളെ പരാജയപ്പെടുത്തി, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറി. ദൈവത്തിനെതിരെ ഗുരുതരമായ പാപം ചെയ്തിട്ടും അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കി അനുദപിച്ചു. ദൈവം ക്ഷമിച്ചു. അവന്റെ വംശപരമ്പരയിൽ നിന്ന് മശിഹ വന്നു. അവന്റെ മരണശേഷം ശലോമോൻ 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. അവൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചു. ദൈവം അവന് ജ്ഞാനവും സമ്പത്തും കൊടുത്തു. അവന്റെ കാലത്ത് അവൻ ലോകം അറിയപ്പെടുന്ന ഒരു ജ്ഞാനിയായി മാറി. യെരുശലേമിൽ ദൈവാലയം പണിതു. അവന്റെ ഭരണകാലത്ത് സമാധാനം ഉണ്ടായിരുന്നു. യുദ്ധം ഒന്നും തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരുപാട് ഭാര്യമാർ ഉണ്ടായിരുന്നത് കാരണം അവന്റെ ഹൃദയം ദുഷിച്ചു. നല്ല പ്രായമായതിനു ശേഷമാണ് ശലോമോൻ ദൈവത്തിലേക്ക് തിരിഞ്ഞ് പാപത്തെക്കുറിച്ച് മനസ്സിലാക്കി അനുദപിച്ചത്. അങ്ങനെ 12 ഗോത്രവും 120 വർഷം ഒരുമിച്ച് നിന്നു. ശൗൽ മന്ത്രവാദത്തിലും ദാവീദ് വ്യഭിചാരത്തിലും ശലോമോൻ വിഗ്രഹാരാധനയിലും വീണു. രാജാക്കന്മാരെ ഞങ്ങൾക്ക് വേണമെന്ന ജനത്തിന്റെ ആഗ്രഹം ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ അവർ രാജാവിനെ ചോദിച്ചതുകൊണ്ട് അതിന്റെ അനന്തരഫലങ്ങൾ ജനങ്ങൾ തന്നെ അനുഭവിച്ചു. ശലോമോന്റെ മരണശേഷം ഒരുപാട് നികുതി ഞങ്ങളുടെ മേൽ ചുമത്തി, അതിനെ കുറച്ചു തരണമെന്ന ജനങ്ങളുടെ അപേക്ഷ ശലോമോന്റെ മകനായ രഹോബിയാം കേട്ടില്ല. അതുകൊണ്ട് രാജ്യം 2ആയി. ശലോമോൻ സർക്കാരിന്റെ ആഡംബരവും പ്രതാപവും എല്ലാം നിലനിന്നിരുന്നത് തൊഴിലാളികളുടെ മേലിട്ടിരുന്ന അമിതമായ നികുതി കാരണമാണ്. പിന്നെ അധികാര മാറ്റം ഉണ്ടായതുകൊണ്ട് നികുതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അവർ വിചാരിച്ചു. പക്ഷേ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് പുതിയ രാജാവിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രം രഹോബിയാമിനെതിരെ തിരിഞ്ഞു. അവരെ വാഴാൻ യൊരോബിയാം എന്ന പുതിയ രാജാവിനെ അവർ തെരഞ്ഞെടുത്തു. അവർ വടക്കൻ ഇസ്രായേൽ എന്ന രാജ്യമുണ്ടാക്കി. അതിന്റെ തലസ്ഥാനം ശമര്യയാക്കി. വടക്കൻ രാജ്യം 209 വർഷം നിലനിന്നു. ഈ രാജ്യത്തിന് 8 വ്യത്യസ്ത രാജവംശങ്ങളിൽ നിന്നുള്ള 19 രാജാക്കന്മാർ അതിനെ ഭരിച്ചു. ഈ രാജാക്കന്മാർ ആരും തന്നെ നീതിമാന്മാരല്ലായിരുന്നു. എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു മാറി യൊരോബിയാം ചെയ്തതുപോലെ ചെയ്തു. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കാൻ ഈ രാജാവ് തീരുമാനിച്ചിരുന്നു. തന്റെ ജനം യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കാനായിട്ട് പോയാൽ ചിലപ്പോൾ യഹൂദ രാജാക്കന്മാർ അവരെ വശീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭയന്നു. വടക്കൻ രാജ്യത്തിലുള്ള ബഥേലിലും ഗിൽഗാലിലും ബർഷബയിലും ക്ഷേത്രങ്ങൾ പണിയാൻ യൊരോബിയാം തീരുമാനിച്ചു. അതിലൊരു സ്വർണ്ണ കാളക്കുട്ടിയെ സ്ഥാപിച്ച് അതാണ് ദൈവം എന്ന് പറഞ്ഞ ആളുകളെ ആരാധിക്കാൻ പ്രേരിപ്പിച്ചു. വടക്കൻ രാജ്യത്തിലെ 19 രാജാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. എല്ലാവരും ദുഷിച്ച പാത തിരഞ്ഞെടുത്തു. ആരും തന്നെ ദൈവത്തെ അന്വേഷിച്ചില്ല. ആ സമയത്ത് രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ സൗകര്യത്തിന് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെയും അതേപോലെ പണം കൈക്കൂലി വാങ്ങുന്ന പുരോഹിതന്മാരുടെയും പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കർത്താവ് ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ദൈവം പ്രവാചകന്മാരായ ആമോസിനെയും ഹോഷയെയും മീഖയെയും ആ സമയത്ത് എഴുന്നേൽപ്പിച്ചു. കൊട്ടാരം മുതൽ കുടിലുകൾ വരെ, അവർക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്ന ക്ഷേത്ര പുരോഹിതന്മാരിൽ നിന്ന് വാണിജ്യ സ്ഥലം വരെ, തെരുവുകൾ മുതൽ വയലുകൾ വരെ എല്ലാ സ്ഥലങ്ങളിലും രാജ്യം ദൈവത്തിൽ നിന്ന് അകന്നു എന്നുള്ള കാര്യം ധൈര്യത്തോടെ പറഞ്ഞു. അവർ രാഷ്ട്രീയ അഴിമതിക്കെതിരെ ചോദ്യം ചെയ്തു. സാമൂഹിക അനീതിയെയും സാമ്പത്തിക അടിച്ചമർത്തലിനെയും അവർ തുറന്നു പറഞ്ഞു. അവർ ജനങ്ങളെ മാനസാന്തരപ്പെടാനായിട്ട് ഉപദേശിച്ചു. പക്ഷേ അവർ പറഞ്ഞ ഉപദേശങ്ങൾ ചെകിടന്മാരുടെ കാതുകളിൽ വീണതുപോലെ ആരും തന്നെ കേട്ടില്ല. ആഹാബ് ഭരിക്കുന്ന സമയത്ത് ഭാര്യയായ ഇസബേൽ കനാന്യരുടെ സമൃദ്ധിയുടെ ദേവനായി അവർ വിശ്വസിക്കുന്ന ബാലിന്റെ ആരാധന ഇസ്രായേൽ മൊത്തം വ്യാപിച്ചു.
ആ സമയത്ത് ദൈവം പ്രവാചകനായ ഏലിയാവിനെ ഈ അന്യദൈവം ഒന്നുമല്ല എന്ന് കാണിക്കാനും അതിന്റെ മേലുള്ള വിശ്വാസത്തെ തകർക്കാനും വേണ്ടി അവനെ നിയോഗിച്ചു. ഈ രാജ്യത്തിൽ നിന്ന് തന്നെ ദൈവം ഏലിയാവ് ചെയ്ത അത്ഭുതകരമായ ശുശ്രൂഷ തുടരാൻ വേണ്ടി ഏലീശയെ നിയോഗിച്ചു. എന്നാൽ ഇസ്രായേൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറായില്ല. കർത്താവ് നല്ല അടി കൊടുക്കുന്ന രീതിയിൽ ഇസ്രായേൽ ജനത്തിനെതിരെ അസറിയ ദേശത്തെ എഴുന്നേൽപ്പിച്ചു. ഇസ്രായേലിനെതിരായ ദൈവത്തിന്റെ കോപം ഇങ്ങനെയായിരുന്നു. അസറിയ യോദ്ധാവും രക്തദാഹിയുമായ രാജ്യമാണ്. ഒരു രാജ്യത്തെ കീഴടക്കുമ്പോഴെല്ലാം അവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ക്രൂരതകൾ ചെയ്യാറുണ്ട്. പൊതുവെ എല്ലായിടങ്ങളിലും ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കും. തലവെട്ടി വീടിന്റെയും നഗരവാതിലിന്റെയും മുൻപിൽ കുത്തിവെക്കും. അവിടുത്തെ ആളുകളെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അപമാനിക്കും. വടക്കൻ ജനതയെ അടിമപ്പെടുത്തിയതിനു ശേഷം സാഗൻ രണ്ടാമൻ രാജാവ് അന്യജാതിക്കാരെ ആ ദേശത്ത് താമസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മതക്കാർ അവിടെ താമസിക്കാൻ തുടങ്ങി. പല മതങ്ങൾ അതിനകത്തുണ്ടാകുമ്പോൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ദുർബലപ്പെടുത്തുമെന്ന് അവന് അറിയാമായിരുന്നു. അങ്ങനെ ഈ അന്യജാതി മിശ്രിതത്തിൽ നിന്ന് ഇസ്രായേലിൽ ശമര്യക്കാർ എന്നൊരു പുതിയ ജനത ഉണ്ടായി. അവർ പിന്നീട് യഹൂദ ജനത്തിന്റെ കടുത്ത ശത്രുക്കളായി മാറി. ഇത് വടക്കൻ രാജ്യമായ 10 ഗോത്രങ്ങൾക്ക് സംഭവിച്ചതാണ്. ബെന്യാമീൻ, യഹൂദ എന്നീ ഗോത്രങ്ങൾ ചേർന്ന് തെക്കൻ രാജ്യത്തെ 20 രാജാക്കന്മാർ ഭരിച്ചു. അതിൽ ഏകദേശം എല്ലാവരും തന്നെ ദൈവത്തെ ഭയപ്പെട്ടവരായിരുന്നു. ഉദാഹരണത്തിന് യഹോശഫാത്ത്, ഹിസ്കിയാവ്, യോഥാം, ഉസിയ. അങ്ങനെ ദൈവഭക്തനായ ഒരു രാജാവ് ഭരിക്കുന്ന സമയത്ത് രാഷ്ട്രം അഭിവൃദ്ധി പ്രാപിച്ചു. സാമ്പത്തികമായും ധാർമ്മികമായും സാമൂഹികമായും ആത്മീയമായും നന്നായി വളരുകയും ചെയ്തു. യഹൂദയിലെ ജനത്തോട് സംസാരിക്കാൻ വേണ്ടി ദൈവം യെശയ്യാവ്, മീഖ, യോവേൽ, സെഫന്യാവ്, ഇരമ്യാവ് തുടങ്ങിയ പല പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഈ ദേശവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ വല്ലാതെ ദുഷിക്കാൻ തുടങ്ങി. ശേഷം അതേ രീതിയിൽ തന്നെ അവരെ അടിക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ബാബിലോണിയൻ സൈന്യത്തെ അയച്ച് ജൂതന്മാരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദ ജനത്തെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. യഹൂദ എന്ന് പറയുന്ന തെക്കൻ രാജ്യം 345 വർഷം നിലനിന്നു. ഈ 2 ആക്രമണങ്ങൾക്ക് ശേഷം നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ ആക്രമിച്ചു. അതിന്റെ മഹത്തായ ദേവാലയം നശിപ്പിച്ചു. ജനങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയി. നഗരത്തെ അപമാനിച്ച് അതിനെ ഉപേക്ഷിച്ചു. ദൈവം യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ തന്നെ 70 വർഷം എല്ലാവരും അവിടെ അടിമകളായിരുന്നു. ആ പ്രവാസകാലത്ത് ദൈവം യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്നീ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഈ സമയങ്ങളിൽ ആളുകൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത് നിർത്തി. അവിടെ സിനഗോഗുകൾ ഉയരാൻ തുടങ്ങി. ആ 70 വർഷം കഴിഞ്ഞതിനു ശേഷം യഹൂദയിലെ ജനങ്ങൾ അവരുടെ ദേശത്തേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് ബാബിലോണിയൻ രാജ്യത്തെ മേഡോ പേർഷ്യൻ സാമ്രാജ്യം പിടിച്ചെടുത്തു. കോരേശ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രവചിച്ചു. അതുപോലെ തന്നെ യഹൂദ ജനതയെ അവൻ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. 3 ഗ്രൂപ്പുകളായിട്ടാണ് അവർ യഹൂദയിലേക്ക് തിരിച്ചു വന്നത്. ആദ്യം ദൈവാലയം പണിയാനും നിർമ്മിക്കാനും വേണ്ടി സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ, രണ്ടാമത്തേത് നിയമം പഠിപ്പിക്കുന്നതിനു വേണ്ടി എസ്രയുടെ നേതൃത്വത്തിൽ, മൂന്നാമത്തേത് മതിലുകളെ പുനർനിർമ്മിക്കാനും ജനത്തെ ആത്മീയമായും രാഷ്ട്രീയമായും ഒരുക്കുവാനും വേണ്ടി നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ. അടിച്ചമർത്തലിൽ നിന്ന് വന്ന ഉടൻ തന്നെ ദൈവാലയം അവർ പുനർനിർമ്മിക്കാൻ തുടങ്ങി. ആ സമയം മുതൽ യഹൂദ ജനത്തിന് നേരെ പ്രശ്നങ്ങൾ വരാനും തുടങ്ങി. ആദ്യം തന്ത്രശാലികളായ ശമര്യക്കാർ ആ ദൈവാലയം പണിയാതിരിക്കുവാൻ വേണ്ടി ഞങ്ങളും സഹായിക്കാം എന്ന് പറഞ്ഞ് അവരോട് ചേരാൻ ആഗ്രഹിച്ചു. പങ്കാളിത്തം അവർ സ്വീകരിക്കാത്തത് കൊണ്ട് അടുത്ത ഘട്ടമായിട്ട് ശമര്യക്കാർ അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നെ പേർഷ്യൻ രാജ്യത്തിനെതിരെ ഗൂഢാലോചന ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് യഹൂദരെ കുറ്റപ്പെടുത്തി ശമര്യക്കാർ പാഴ്സി രാജാവായ അർത്തശശ്ര രാജാവിന് ഒരു എഴുത്തയച്ചു. അങ്ങനെ ആ ദൈവാലയത്തിന്റെ പണി ഏകദേശം 20 വർഷത്തേക്ക് നിർത്തിവെച്ചു. ഈ സമയത്ത് ആളുകൾ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിന്ന് വിട്ടുമാറി നാശത്തിലായിരുന്ന ദൈവാലയം പണിയാനുള്ള കാശ് കൊണ്ട് സ്വന്തം ബിസിനസ്സുകൾ പണിത് സ്വന്തം വീടുകൾ മനോഹരമാക്കാൻ തുടങ്ങി. ഈ സമയത്ത് ദൈവം ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ഹഗ്ഗായി, സഖര്യാവ് എന്ന പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഈ പ്രവാചകന്മാരിലൂടെ ദൈവം ആളുകളെ തൊട്ടു. ആളുകൾ അനുദപിച്ച് ദൈവാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുവാൻ വേണ്ടി ആവശ്യത്തോടെ മടങ്ങുകയും ചെയ്തു. ശേഷം ഒരു വലിയ ആത്മീയ ഉണർവ് അവിടെ ഉണ്ടായി. കുടുംബങ്ങളിലും പൗരോഹിത്യത്തിലും പുനഃക്രമീകരണം ഉണ്ടായി. ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ എല്ലാവരും തിരിഞ്ഞു. ഏകദേശം 100 വർഷം കഴിഞ്ഞിട്ട് അടുത്ത പുതിയ തലമുറയുടെ കാലഘട്ടം ആരംഭിച്ചു. ഈ സമയത്ത് ആളുകൾ ദൈവാലയത്തിൽ പോയി യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ ബഹുമാനിച്ചല്ല ചെയ്തത്. കർത്താവിന്റെ മേശയെ നിന്ദിച്ച് അത് മലിനമായി കണക്കാക്കി. അവർ കണ്ണില്ലാത്ത, രോഗമുള്ള, മുടന്തുള്ള മൃഗങ്ങളെ ദൈവത്തിന് ഹോമയാഗങ്ങളായി അർപ്പിച്ചു തുടങ്ങി. പുരോഹിതന്മാർ അഴിമതി ചെയ്തു തുടങ്ങി. ദൈവവചനം ജനങ്ങളോട് പഠിപ്പിക്കുന്നത് നിർത്തി. കുടുംബം ഇല്ലാതാകാൻ തുടങ്ങി. വിവാഹങ്ങൾ തകരാൻ തുടങ്ങി. വിവാഹമോചനത്തിൽ അവസാനിച്ചു. ദൈവത്തിന് തങ്ങളെ ന്യായം വിധിക്കാൻ കഴിയുമെന്ന് ആളുകൾ വിശ്വസിച്ചില്ല. അവർ ദൈവാലയത്തിൽ പോകുന്നുണ്ടായിരുന്നു, എന്നാലും അവർ ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. ആ സമയത്ത് ദൈവം മാലാഖിയെ നിയോഗിച്ചു. പ്രവാചകനെ മാലാഖിക്ക് ശേഷം
ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് പഴയ നിയമം അവസാനിച്ചത് ഇങ്ങനെയാണ്. ഇരുണ്ട കാലഘട്ടം അല്ലെങ്കിൽ പ്രാവചനിക നിശബ്ദതയുടെ കാലഘട്ടം എന്ന് വിളിക്കുന്ന 400 വർഷത്തെ ഒരു നീണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് കാനോനിക്കൽ അല്ലാത്ത മത ചരിത്ര പുസ്തകങ്ങൾ, അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എഴുതി. പഴയ നിയമം ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. ഇതിനെ സെപ്റ്റുവജന്റ് പതിപ്പ് എന്നാണ് പറയുന്നത്. മേദോ പേർഷ്യൻ സാമ്രാജ്യത്തെ ഗ്രീക്ക് സാമ്രാജ്യം കീഴടക്കി. മഹാനായ അലക്സാണ്ടർ 33 വയസ്സിൽ രാഷ്ട്രങ്ങളെയും രാജ്യങ്ങളെയും കീഴടക്കിയ ശേഷം കീഴടക്കാൻ ഇനി ഭൂമിയില്ലെന്ന് കരഞ്ഞുകൊണ്ട് അകാലത്ത് മരിച്ചു. ഹെലനിസ്റ്റിക് സംസ്കാരവും ഗ്രീക്ക് ഭാഷയും താൻ കീഴടക്കിയ എല്ലാ സാമ്രാജ്യവും പഠിക്കണമെന്ന് നിർബന്ധിച്ചു. പിന്നീട് സുവിശേഷം വേഗത്തിലും അതിരുകളില്ലാത്ത രീതിയിൽ പ്രചരിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമായിരുന്നു. അലക്സാണ്ടറിന്റെ മരണത്തിന് ശേഷം ആ രാജ്യങ്ങളെല്ലാം 4 ജനറൽമാരുടെ കയ്യിലായി. ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ, അങ്ങനെ പലരുടെയും ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു ഇസ്രായേൽ. ഈ സമയത്ത് ആന്റിക്കസ് എപ്പിഫനസ് യെരുശലേമിലെ ദൈവാലയത്തിന്റെ ബലിപീഠത്തിൽ ഒരു പന്നിയെ ബലിയർപ്പിച്ചതുകൊണ്ട് ജൂതന്മാരെ പ്രകോപിപ്പിച്ചു. ആ മൃഗം അവർക്ക് വെറുപ്പുള്ളതാണ്. ഈ കാര്യം മക്ബേറയുടെ യുദ്ധത്തിന് തുടക്കമിട്ടു. ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം യൂദാസ് മക്ബേസ് ആ യുദ്ധത്തിൽ ജയിച്ചു. BC 63 പോംപെ യെരുശലേമിനെ കീഴടക്കി. റോമാക്കാർ യെരുശലേമിനെ അടിമകളാക്കി. മഹാനായ ഹേരോദാവ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഭരിച്ചു. യെരുശലേമിലെ ദേവാലയം വലുതാക്കി മനോഹരമാക്കിയത് മഹാനായ ഹേരോദാവായിരുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിന് വഴിയൊരുക്കി. മിഷണറിമാർക്ക് ലോകമെമ്പാടുമുള്ള യാത്രയ്ക്ക് സൗകര്യപ്രദമാകുകയും ചെയ്ത് സിസേറിയ തുറമുഖം പണിതു. മാത്രമല്ല ഒരുപാട് കൊട്ടാരങ്ങളും കോട്ടകളും പണിതു. എന്നിരുന്നാലും ഹേരോദാവ് ഒരു സുരക്ഷിതമല്ലാത്ത ഒരു ആക്രമസക്തനായിരുന്നു. സിംഹാസനം നഷ്ടപ്പെടുമോ എന്ന ഭയം ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം 10 തവണ കല്യാണം കഴിച്ചു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറിയമ്നയെ വിവാഹം കഴിച്ച സമയത്ത് തന്റെ സിംഹാസനം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ പ്രഭുക്കന്മാരെയും അദ്ദേഹം കൊന്നുകളഞ്ഞു. അമ്മായിയമ്മ അഭ്യർത്ഥിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം തന്റെ 17 വയസ്സുള്ള ഏക അനന്തരവനായ അർക്കലിയോസിനെ യെരുശലേമിലെ മഹാപുരോഹിതനായി നിയമിച്ചു. എന്നാൽ പിന്നീട് അവൻ ജനത്തിന്റെ പ്രീതി നേടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവനെ കൊല്ലാൻ ഉത്തരവിട്ടു. ഭയന്നു പോയ അവന്റെ അമ്മായിയമ്മ ഈജിപ്തിലേക്ക് ഓടിപ്പോയി. പക്ഷേ ഹേരോദാവ് വിട്ടില്ല. അവളെ കൊല്ലാൻ തന്റെ ദൂതന്മാരെ അവളുടെ പിന്നാലെ അയച്ചു. താൻ ചെയ്യുന്ന ഈ അനിഷ്ടമായ കാര്യങ്ങൾ കാരണം സീസർ അഗസ്റ്റസ് അവനെ റോമിലേക്ക് വിളിച്ചു. എന്നിരുന്നാലും പോകുന്നതിന് മുമ്പ് ഭാര്യ മറിയമ്ന താൻ ഇവിടെ ഇല്ലാതിരിക്കുന്ന ഈ ദിവസങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഭയന്ന് തന്റെ ഭാര്യയെ കൊല്ലാൻ ഉത്തരവിട്ടു. ശേഷം അവൻ തന്റെ 2 ആൺമക്കളെ റോമിലേക്ക് പഠിക്കാൻ അയച്ചു. സിംഹാസനം ഏറ്റെടുക്കാൻ കൂടുതൽ തയ്യാറായി അവർ തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി ഷലോമി അവനോട് പറഞ്ഞു. ഹേരോദാവ് മടിച്ചില്ല. തന്റെ 2 ആൺമക്കളെയും കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. തന്റെ ശവസംസ്കാര ചടങ്ങിൽ മുഴുവൻ ദേശവും കണ്ണീർ കൊണ്ട് നിറയണം എന്ന് ആഗ്രഹിച്ച ഹേരോദാവ് യെരുശലേമിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും കുറഞ്ഞത് ഒരു കുഞ്ഞിനെങ്കിലും കൊല്ലണം എന്ന് അദ്ദേഹം തന്റെ സഹോദരി ശലോമിനെ കൊണ്ട് താൻ മരിക്കുന്നതിന് മുമ്പ് സത്യം ചെയ്യിച്ചു. ഇസ്രായേലിന്റെ രാജാവ് യഹൂദിയിൽ ജനിച്ചുവെന്ന് ജ്ഞാനികൾ വന്ന് പറഞ്ഞപ്പോൾ പരിഭ്രാന്തനായ മനുഷ്യൻ ഇയാളായിരുന്നു. BC 4 മഹാനായ ഹേരോദാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹത്തിന്റെ 4 ആൺമക്കൾക്ക് വീതിച്ചു കൊടുത്തു. ഹേരോദിന്റെ മക്കളിൽ ഒരാളായ അർക്കലിയസ് യഹൂദ, ശമരിയ, ഏദോം എന്നീ സ്ഥലങ്ങൾ ഭരിച്ചു. അവൻ എല്ലാവരെയും ഒരുപാട് ഉപദ്രവിക്കുന്ന രാജാവായിരുന്നു. അവസാനം ജൂതന്മാർ റോമാക്കാരോട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് ആവശ്യപ്പെട്ടു. യഹൂദ പ്രദേശത്ത് നിരന്തരമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റോം സാമ്രാജ്യം ആശങ്കയിലായിരുന്നു. അതുകൊണ്ട് ഒരു റോമൻ ഗവർണറെ അവിടെ നിയമിച്ചു. അങ്ങനെയാണ് റോമാക്കാർ യഹൂദയെ നേരിട്ട് ഭരിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് പീലാത്തോസ് ഗവർണറായിരുന്നു. ഈ പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും രാഷ്ട്രീയ സാഹചര്യവും കാരണം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഹേരോദ് ഭരണത്തിന്റെ കീഴിലായി. റോമ ഭരണത്തിന്റെ കീഴിൽ ആ പ്രവിശ്യ മുഴുവൻ അടിമപ്പെടുത്താൻ ആഗ്രഹിച്ചു. അത് കാരണം മശിഹ ഉടനെ വരണമെന്നുള്ള ആഗ്രഹം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ അവരുടെ ഉള്ളിൽ ഉരുവാക്കാൻ തുടങ്ങി. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ബൈബിൾ പ്രവചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിക്കുന്നത്. വചനം മാംസമായി തീർന്നു. അവൻ മനുഷ്യരൂപം സ്വീകരിച്ചു, മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. അവൻ നമ്മുടെ ഇടയിൽ ജീവിച്ചു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ദേശത്ത് നടന്നു. നമ്മുടെ അപ്പം തിന്നു, നമ്മുടെ വെള്ളം കുടിച്ചു, നമ്മുടെ വേദന അവൻ അനുഭവിച്ചു, നമ്മുടെ കണ്ണുനീർ തുടച്ചു, നമ്മുടെ പാപങ്ങൾ ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചു, നമ്മുടെ നീതീകരണത്തിനായി മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റു. യേശു ജനിച്ച സമയത്ത് പാലസ്തീൻ റോമ ഭരണത്തിന് കീഴിലായിരുന്നു. ഹേരോദാവിന്റെ പീഡനം കാരണം മഹാനായ യോസഫും കൃപ നിറഞ്ഞവളായ മറിയയും കുഞ്ഞ് യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ആ ദുഷ്ടനായ ഹേരോദാവിന്റെ മരണം വരെ അവിടെ താമസിച്ചു. ശേഷം അവർ ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്ന് മുമ്പ് താമസിച്ചിരുന്ന നഗരമായ നസ്രത്തിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ യേശു ഒരു മരപ്പണിക്കാരന്റെ മകനായി വളർന്നു. 30 വയസ്സായപ്പോൾ അവൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. യോഹന്നാൻ സ്നാപകന്റെ കയ്യാൽ സ്നാനമേറ്റു. അവിടെ യോർദാനിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവ് പറഞ്ഞു, ഞാൻ പ്രസാദിച്ചിരിക്കുന്ന എന്റെ പ്രിയപുത്രൻ ഇവൻ തന്നെ.
അതേസമയം പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി അവന്റെ ശുശ്രൂഷ തുടങ്ങുവാനായിട്ട് അവനെ ഒരുക്കി. യോർദാനിൽ നിന്ന് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ 40 പകലും 40 രാത്രിയും ഉപവസിച്ചു. ആ സമയത്ത് പിശാച് 3 തവണ അവനെ പരീക്ഷിച്ചു. പിശാച് യേശുവിനെ ആക്രമിച്ച് ഇല്ലാതാക്കുവാൻ നോക്കി. പക്ഷേ യേശു മരുഭൂമിയിൽ ദൈവവചനമായ ആത്മാവിന്റെ വാൾ ഉപയോഗിച്ച് അവനെ പരാജയപ്പെടുത്തി. പിശാച് ഏദനിൽ ആദ്യ ആദമിനെ ഇല്ലാതാക്കി. പക്ഷേ മരുഭൂമിയിൽ രണ്ടാമത്തെ ആദാം അവനെ പരാജയപ്പെടുത്തി. മരുഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു ഗലീലയിലേക്ക് പോയി നസ്രയത്തിലെത്തി. അവിടെയായിരുന്നു യേശു തന്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും ജീവിച്ചത്. യേശു സിനഗോഗിൽ പോയി യേശയ്യാവിന്റെ പുസ്തകത്തിന്റെ ചുരുളെടുത്ത് ഇങ്ങനെ വായിച്ചു: ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവിടത്തെ ആത്മാവ് എൻ്റെ മേലുണ്ട്. തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും അന്ധർക്ക് കാഴ്ചയും മർദ്ദിതർക്ക് മോചനവും നൽകാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാനും എന്നെ അയച്ചിരിക്കുന്നു. ശേഷം യേശു 12 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. അവരെ പരിശീലിപ്പിക്കാനും ശിഷ്യന്മാരാക്കാനും തന്റെ സമയം കൂടുതൽ ചെലവഴിച്ചു. അവൻ ഗലീലയിൽ എല്ലായിടത്തും സഞ്ചരിച്ചു. ശമര്യയിലും യഹൂദയിലും സഞ്ചരിച്ചു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വയലുകളിലും പ്രസംഗിച്ചു. സിനഗോഗുകളിലും ദൈവാലയത്തിലും പ്രസംഗിച്ചു. കടൽ തീരങ്ങളിലും വീടുകളിലും പ്രസംഗിച്ചു. വലിയ ജനക്കൂട്ടത്തോടും ചെറിയ ജനക്കൂട്ടത്തോടും പ്രസംഗിച്ചു. യേശു എല്ലായിടത്തും നന്മ ചെയ്തു. പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ട എല്ലാവരെയും സ്വതന്ത്രരാക്കി സഞ്ചരിച്ചു. അവൻ രോഗികളെ സുഖപ്പെടുത്തി, അന്ധർക്ക് കാഴ്ച കൊടുത്തു, തളർവാദ രോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ നടത്തി, കേൾക്കാൻ കഴിയാത്തവരെ കേൾപ്പിച്ചു, കുഷ്ഠരോഗികളെ ശുദ്ധീകരിച്ചു, ഭൂതബാധിതരെ സ്വാതന്ത്രരാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നത്. അവൻ ജഡത്തിൽ പ്രത്യക്ഷനായ ദൈവം തന്നെയാണ്. പിതാവ് കൊടുത്ത എല്ലാവർക്കും വേണ്ടി യേശു ഒരു നിശ്ചിത ദൗത്യത്തിനായി ഭൂമിയിൽ വന്നു. അവൻ മരിക്കുവാൻ വേണ്ടി ജനിച്ചു. നാം ജീവിക്കുവാൻ വേണ്ടി അവൻ മരിച്ചു. ബൈബിൾ പറയുന്നതനുസരിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട ശേഷം 3-ാം ദിവസം തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർപ്പിക്കപ്പെട്ടു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുന്നു. അവന്റെ മരണം എന്തോ പെട്ടെന്ന് സംഭവിച്ച ഒരു ആക്സിഡന്റ് പോലെയല്ല. അവന്റെ പുനരുത്ഥാനം ഒരു അത്ഭുതവുമല്ല. ക്രൂശിക്കപ്പെടാതിരിക്കാൻ പിശാച് ഒരുപാട് ഉപായങ്ങൾ നോക്കി. എന്നാൽ ഒരു രാജാവ് സിംഹാസനത്തെ നോക്കി നടക്കുന്നത് പോലെ യേശു അതിനെ നോക്കി നടന്നു. ക്രൂശിൽ യേശു സർപ്പത്തിന്റെ തല തകർത്തു. വാഴ്ചകളെയും ശക്തികളെയും പരസ്യകോലമാക്കി അതിനെ ജയിച്ചു. ക്രൂശിൽ യേശു വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി. ക്രൂശിൽ അവൻ നമ്മെ മോചിപ്പിച്ചു. മരണത്തിന് അവനെ ഒതുക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം യേശു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പിതാവ് പറഞ്ഞ വാഗ്ദത്തത്തിനായി അവർ ശക്തി പ്രാപിക്കുന്നതുവരെ കാത്തിരിക്കണം എന്ന് അവൻ തന്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് മനുഷ്യരിലേക്ക് വരുന്നതിനെക്കുറിച്ച് യേശു അവരോട് നേരത്തെ തന്നെ പറഞ്ഞു. ശേഷം യെരുശലേമിലും യഹൂദിയ മുഴുവനും ശമര്യയിലും ഭൂമിയുടെ അറ്റം വരെയും സാക്ഷികളാകുക എന്ന് പറഞ്ഞു. പെന്തക്കോസ്തേ നാളിന് ശേഷം യെരുശലേമിൽ സഭ അത്ഭുതകരമായ രീതിയിൽ വളരാൻ തുടങ്ങി. ജനക്കൂട്ടം നിരന്തരം കൂടിക്കൂടി വന്നു. യെരുശലേമിലുണ്ടായ സഭയുടെ വളർച്ചയെയും വികസനത്തെയും കുറിച്ച് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ 7-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭ ആ സമയം വരെ യഹൂദയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നേതാക്കളെല്ലാം ഒന്നിച്ചു ചേർന്ന് സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സഭകളിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാം വചനം കൊണ്ട് പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെയാണ് ഫിലിപ്പോസ് ശമര്യയിലെത്തിയത്. ശത്രുക്കൾ ഉണ്ടായിരുന്നിട്ടും ഭയപ്പെടാതെ അവിടെ ശക്തിയോടെ സുവിശേഷം പ്രസംഗിച്ചു. പ്രസംഗകനായ ഫിലിപ്പോസിലൂടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും വേണ്ടി ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും കൈകൾ വെച്ചപ്പോൾ തന്നെ ശമര്യക്കാർക്ക് പരിശുദ്ധാത്മാവ് കിട്ടി. സഭയെ പീഡിപ്പിച്ചിരുന്ന ശൗലിനെ ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ദൈവം തൊട്ടത് കാരണം സുവിശേഷം ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് വ്യാപിച്ചു തുടങ്ങി. പിന്നീട് സിറിയൻ അന്ത്യോക്യയിലെ ഒരു സഭ സുവിശേഷ ദൗത്യങ്ങളുടെ മാതൃസഭയായി മാറി. അവിടെ നിന്നാണ് ബർന്നബാസും ശൗലും ഗലാത്യ പ്രദേശങ്ങളിലേക്ക് അവരുടെ ആദ്യ മിഷണറി യാത്ര ആരംഭിച്ചത്. പെർഗ, ലുസ്ത്ര, ദർബ എന്നീ സ്ഥലങ്ങളിൽ പോയി പള്ളികൾ സ്ഥാപിച്ച് അവിടെ പുരോഹിതന്മാരെ നിയോഗിച്ചു. രണ്ടാമത്തെ മിഷണറി യാത്ര പൗലോസും ഷീലാസും മാസിഡോനിയ, അഖായ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. ഫിലിപ്പി, തെസലോനിക്ക, കൊരിന്ത് എന്നീ സ്ഥലങ്ങളിൽ പള്ളി സ്ഥാപിച്ചു. സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് പൗലോസ് ഗലാത്യർ, കൊരിന്ത്യർ, തെസ്ലോനിയർക്കുള്ള 2 കത്തുകൾ എന്നീ കത്തുകളെല്ലാം എഴുതി അയച്ചു. 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ഏഷ്യ മൈനർ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ആ പ്രദേശത്തിന്റെ തലസ്ഥാനം എഫോസസ് ആയിരുന്നു. പിന്നീടുള്ള 3 വർഷം അവിടെ നിന്നാണ് കൊരിന്ത് സഭയ്ക്ക് 2 കത്തുകൾ എഴുതി അയച്ചത്. 3 ലക്ഷത്തിലധികം ആളുകളുള്ള ആ സിറ്റിയിൽ പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഏതൻസിലെ പാർത്തനോനേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു മാർബിൾ കൊട്ടാരമായ അർത്തമിസ് ദേവിയുടെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. പൗലോസ് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന വർഷങ്ങളിൽ പെർഗമോസ്, തിയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവദോക്യ, കൊലോസിയ, ഹിയറപോലിസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിച്ചു. ക്ലൗദിയോസ് ചക്രവർത്തിയുടെ കാലത്ത് ലോകത്തെ നശിപ്പിച്ച ക്ഷാമം കാരണം
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഹൂദന്മാരെ എല്ലാം റോമിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് പൗലോസ് യഹൂദയിലെ ദരിദ്രർക്ക് സുവിശേഷം എത്തിക്കാൻ വേണ്ടി അന്യദേശത്ത് സ്ഥാപിച്ച സ്തബകളിൽ നിന്ന് ഒരു വലിയ ശേഖരണം നടത്തി. യെരുശലേമിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അവൻ എഫെസോസിലെ മൂപ്പന്മാരെ അറിയിച്ചു. ആ നഗരത്തിലേക്ക് പോകണ്ട, അവിടെ കാത്തിരിക്കുന്നത് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണെന്ന് അവർ പൗലോസിനോട് പറഞ്ഞു. എന്നിരുന്നാലും ദൈവകൃപയുടെ സുവിശേഷം പ്രഖ്യാപിക്കുന്നതിന് തന്റെ സ്വന്തം ജീവിതം പൗലോസ് ഗണ്യമാക്കിയില്ല. യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം റോമാക്കാർക്ക് ഏറ്റവും ശക്തമായ ഒരു ലേഖനം എഴുതി. സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം സന്ദർശിക്കാനും തന്നെ സ്പെയിനിലേക്ക് അയച്ച സഭയിൽ വചനം പങ്കിടാനും തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അതിലെഴുതി. യഹൂദയിലെ ദരിദ്രന്മാർക്ക് സാമ്പത്തിക സഹായമെല്ലാം എത്തിച്ചെങ്കിലും പൗലോസിനെ യെരുശലേമിൽ അറസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് സിസേറിയയിലേക്ക് മാറ്റി അവിടെ ഗവർണർമാരായ ഫെലിക്സിന്റെയും ഫെസ്റ്റസിന്റെയും അഭിമുഖത്തിൽ ജൂതന്മാർ അദ്ദേഹത്തെ 2 വർഷത്തേക്ക് ജയിലിലാക്കി. തന്നെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത സനഹദരിൻ സംഘത്തിന് കൈമാറാനുള്ള ഫെസ്റ്റസിന്റെ ആഗ്രഹത്തെ എതിർത്ത പൗലോസ് തനിക്കുണ്ടായിരുന്ന റോമൻ പൗരത്വത്തിന്റെ പദവികൾ ഉപയോഗിച്ച് റോമിൽ തന്നെ വിചാരണ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. കപ്പൽ മുഴുവൻ തകർന്നു. പക്ഷേ ദൈവം പൗലോസിന് വാഗ്ദത്തം ചെയ്തതുപോലെ എല്ലാ യാത്രക്കാരും അതിലെ ജീവനക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ മാൾട്ട ദ്വീപിലെത്തി. അവിടെ വെച്ച് ഒരു അണലി പൗലോസിന്റെ കയ്യിൽ കടിച്ചു. പക്ഷെ ദൈവം സർപ്പത്തിന്റെ മാരകമായ വിഷത്തെ നിർവീര്യമാക്കി ആ ദ്വീപിൽ ഉണ്ടായിരുന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കാൻ പൗലോസിന് ദൈവം ഉപയോഗിച്ചു. ശേഷം മാൾട്ട ദ്വീപിൽ ഉണ്ടായിരുന്നവർ പൗലോസിന് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം കൊടുത്ത് അവന് റോമിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം 2 വർഷം ഒരു വാടക വീട്ടിൽ തടവിലായിരുന്നു. അവിടെ നിന്ന് പൗലോസ് കൊട്ടാര കാവൽക്കാരനോട് സുവിശേഷം പറഞ്ഞു. വിശ്വാസികളെ സുവിശേഷം പറയാൻ പ്രോത്സാഹിപ്പിച്ചു. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലമോൻ എന്നിവർക്ക് അവിടെ വെച്ച് കത്തുകൾ എഴുതി. ഈ കാലഘട്ടത്തിന് ശേഷം പൗലോസ് ജയിൽ മോചിതനായി. തുടർന്ന് തീമോത്തേക്കുള്ള ആദ്യ ലേഖനവും തീത്തോസിനുള്ള ലേഖനവും എഴുതി. എന്നാൽ AD 64 മുതൽ സഭയുടെ പീഡനം മതപരമായ രീതിയിൽ നിന്ന് മാറി രാഷ്ട്രീയപരമായ രീതിയിൽ മാറി. അതുകൊണ്ട് പിന്നെയും പൗലോസ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. AD 64 ജൂലൈ 17-ാം തീയതി 10 ലക്ഷത്തിലധികം ആളുകളുള്ള റോം നഗരം കത്തിച്ചു. ഒരു നടന്റെ വേഷം ധരിച്ച നീറോ ചക്രവർത്തി മാറ്റ്സിന ഗോപുരത്തിന്റെ മുകളിൽ കയറി. അവിടെ നിന്ന് തീജ്വാലകൾ നഗരത്തെ വിഴുങ്ങുന്ന അത്ഭുത കാഴ്ച അദ്ദേഹം കണ്ടു. 7 രാത്രിയും 6 പകലും നഗരത്തിൽ തീ കത്തി. അണഞ്ഞപ്പോൾ നഗരത്തിന്റെ 70% ഇല്ലാതായി. റോമിലെ 14 അയൽപ്പക്കങ്ങളിൽ 10 എണ്ണവും തീക്ക് ഇരയായി. ജൂതന്മാരും ക്രിസ്ത്യാനികളും തിങ്ങിപ്പാർക്കുന്ന 4 അയൽപ്പക്കങ്ങളിലുള്ള ക്രിസ്ത്യാനികളാണ് റോം കത്തിച്ചതെന്ന് നീറോ ചക്രവർത്തി കുറ്റപ്പെടുത്തി. ശേഷം സഭയെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരെയും ക്രൂശിക്കാൻ ആവശ്യമായ ക്രൂശ് അവിടെ ഇല്ലായിരുന്നു. അത്രത്തോളം വിശ്വാസികളെ അവർ ക്രൂശിച്ചു. റോമിലെ രാത്രികൾ പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി വിശ്വാസികളെ തൂണിൽ കെട്ടി അവരെ പൊതിഞ്ഞ് ജീവനോടെ കത്തിക്കുമായിരുന്നു. അതൊരു വല്ലാത്ത കൂട്ടക്കൊലയായിരുന്നു. ഇപ്പോൾ കിടക്കുന്ന ഈ 2ാമത്തെ ജയിലിൽ നിന്നാണ് പൗലോസ് തന്റെ അവസാന ലേഖനം, അതായത് തീമോത്തേസിന് എഴുതിയ 2ാമത്തെ ലേഖനം എഴുതിയത്. അതിൽ അദ്ദേഹം സ്വന്തം രക്തസാക്ഷിത്വത്തെക്കുറിച്ചും നീതിയുടെ കിരീടം അവകാശപ്പെടുത്താനുള്ള മഹത്തായ പ്രത്യാശയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. അങ്ങനെ AD 67-ൽ പൗലോസ് അപ്പോസ്തലനെ ശിരച്ഛേദനം ചെയ്തു. എന്നിരുന്നാലും ഭാവി തലമുറകൾക്ക് പുതിയ നിയമം എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം അവശേഷിപ്പിച്ചു. ഇത് ഈ 50 വർഷത്തിനിടയിൽ എഴുതപ്പെട്ടതാണ്. 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങൾ ഒരേ വീക്ഷണകോണ് തന്നെയാണ് കാണിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾ. മത്തായി യഹൂദന്മാരുടെ രാജാവായി യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് വേണ്ടിയാണ് പ്രധാനമായി എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് ഒരുപാട് വചനങ്ങൾ എടുത്തെഴുതിയിട്ടുണ്ട്. റോമക്കാർക്ക് വേണ്ടി ഒരു ദാസനായ യേശുവിനെ അവതരിപ്പിക്കുക എന്നതാണ് മർക്കോസിന്റെ ശ്രദ്ധ. യേശുവിന്റെ പഠിപ്പിക്കലുകളെക്കാളും യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സുവിശേഷമാണിത്. ലൂക്കോസിന്റെ സുവിശേഷം യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് ഊന്നി പറയുന്നു. ഗ്രീക്കുകാർക്ക് വേണ്ടി ഒരു വിജാതീയ വൈദ്യനും ചരിത്രകാരനും സഞ്ചാരിയും എഴുതിയതാണ് ഈ പുസ്തകം. യേശുവിനെ പൂർണ്ണ മനുഷ്യനായി അവതരിപ്പിക്കുന്നതാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതുകൊണ്ട് യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിർവഹിച്ച ശുശ്രൂഷയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസ്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജ്ഞാനവാദത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച ആളുകൾക്ക് യേശുവിൽ ഒരു വ്യത്യസ്തത ഉണ്ട് എന്ന് എടുത്തെഴുതി. യേശു യഥാർത്ഥത്തിൽ ദൈവമാണെന്നും യഥാർത്ഥത്തിൽ മനുഷ്യനാണെന്നും അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. യേശു ചെയ്ത 7 അത്ഭുതങ്ങളും യേശു യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് തെളിയിക്കുന്ന 7 ഞാനാകുന്നു എന്ന പ്രസ്താവനകളും യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ആദിമ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം നമുക്കുണ്ട്. സഭയുടെ ജനനം മുതൽ റോം നഗരത്തിൽ സഭ വ്യാപിക്കുന്നതുവരെ അതിൽ പറയുന്നുണ്ട്. 3 പള്ളികൾ ഈ സഭ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തു. യെരുശലേം, അന്ത്യോക്യ, എഫെസോസ്. ഗലാത്യ, മസഡോണിയ, അഖായ, ഏഷ്യ മൈനർ എന്നീ സാമ്രാജ്യത്തിന്റെ 4 പ്രദേശങ്ങളിലും സഭ നിർമ്മിച്ചു. സഭയുടെ ചരിത്രം തുടങ്ങിയതിനു ശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന് അവസാനമില്ല. പെന്തക്കോസ്ത് ദിനത്തിൽ ജനിച്ച സഭയുടെ അവകാശികളും തുടർച്ചക്കാരുമാണ് നാം.
അവസാനം ക്രിസ്തുവിൻ്റെയും അവൻ്റെ സഭയുടെയും വിജയകരമായ വിജയത്തെ വിവരിക്കുന്ന ഒരു എസ്കറ്റോളജിക്കൽ പുസ്തകമായ വെളിപ്പാട് പുസ്തകവും നമ്മുടെ പക്കലുണ്ട്. ഏകദേശം AD 67 പത്മോസ് ദ്വീപിൽ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതാണ് ആ പുസ്തകം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.